ഹലോ ഗായ്സ്, കുസൃതി ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. നമ്മൾ കാപ്പിയൊക്കെ ഉണ്ടാക്കുന്ന പഴയ കാലത്ത് അമ്മമാരൊക്കെ ഉണ്ടാക്കി തന്ന് നമ്മൾ കഴിച്ചിട്ടുണ്ട്. ചക്ക കൊണ്ട് ചക്കയുടെ കുമ്പിള്, ചില സ്ഥലത്തേക്ക് കുമ്പിളെന്ന് പറയും. ഇടനേലക്കകത്ത് ഉണ്ടാക്കുന്ന കുമ്പിളപ്പം, ചക്ക പഴം വെച്ച്. ഇന്ന് ഞങ്ങൾക്ക് ഇടനേല കിട്ടിയില്ല, അതുകൊണ്ട് ഞങ്ങൾ വാഴയിലക്കകത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റവ വെച്ചാണ് ഞങ്ങളിന്നിവിടെ ഉണ്ടാക്കുന്ന കുമ്പിള്. നമ്മൾ അരിപ്പൊടിയും റവയും കൂടി ഇട്ടാണ് ചിലർ ഉണ്ടാക്കുന്നത്. ചിലർ അരിപ്പൊടി മാത്രം ഇട്ടുണ്ടാക്കും. പക്ഷേ അരിപ്പൊടി മാത്രം ഇട്ടുണ്ടാക്കുമ്പോൾ നല്ല കട്ടിയാണത്. റവയ്ക്കകത്ത് തന്നെ ഉണ്ടാക്കുന്നത് നല്ല മയമാണ്. നമ്മൾ പൊടിച്ചെടുത്ത് കഴിയുമ്പം ആദ്യം തന്നെ നമ്മൾ റവ വറുത്തെടുക്കണം നന്നായിട്ട്. റവ വറുത്തെടുത്തതിന് ശേഷം നന്നായിട്ട് വറുത്ത് മാറ്റി വെക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഏലക്ക പൊടിച്ചെടുക്കണം, ജീരകം, തേങ്ങ, പിന്നെ നമ്മൾ ചക്ക വേവിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. ചിലർ ചക്ക നന്നായിട്ട് വരട്ടി എടുക്കും. ഞങ്ങളിവിടെ ചക്ക വേവിക്കുകയാണ് ചെയ്തത്. പിന്നെ ശർക്കര. ഇത്ര സാധനങ്ങളാണ് നമുക്കിതിനകത്ത് വേണ്ട ചേരുവകൾ. തേങ്ങ, ജീരകം, ഏലക്ക, ശർക്കര, റവ. അതിനുശേഷം നമുക്ക് ആ വറുത്ത് വെച്ച റവയ്ക്കകത്തേക്ക് വരട്ടി വെച്ചത് ശർക്കര, തേങ്ങ, പിന്നെ വേവിച്ച് വെച്ചേക്കുന്ന ചക്കപ്പഴം കൂടെ ഇട്ട് കൊടുക്കാം. ചക്കപ്പഴം കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. തവിയും കൊണ്ടൊക്കെ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, സ്പൂൺ കൊണ്ടൊന്നും ഇളക്കി കഴിഞ്ഞാൽ ശരിയാകില്ല. നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് അത് എല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നാലേ അതിന് മയം വരുള്ളൂ. പിന്നെ ആ ശർക്കരയും തേങ്ങായും എല്ലാം അതിൽ നന്നായിട്ട് പിടിക്കണമെങ്കിൽ, റവയിലേക്ക് പിടിക്കണമെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ കുഴച്ച് നന്നായിട്ട് ചെയ്യണം. വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത്. ആ ചക്കപ്പഴത്തിൻ്റെ വെള്ളം കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് കുഴച്ച് മയം വരുത്തിയെടുക്കണം. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇച്ചിരി ഏലക്കായും ജീരകവും, ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തു, ജീരകം ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ നമ്മൾ ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് മധുരം അവനവൻ്റെ ആവശ്യത്തിന് തന്നെ നമ്മൾ ചേർക്കുക. ശർക്കര, റവയും കൊണ്ടുണ്ടാക്കുന്ന കുമ്പിളിന് നല്ല മയമാണ്. അരിപ്പൊടി കൊണ്ടുണ്ടാക്കുമ്പം, അരിപ്പൊടി ഇട്ടുണ്ടാക്കുമ്പം നല്ല കട്ടിയിലിരിക്കും. ചിലർക്ക് നന്നായിട്ട് കട്ടിയിലിരിക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ റവയും കൊണ്ടുണ്ടാക്കുമ്പോൾ നല്ല മയത്തിൽ നമുക്കത് കഴിക്കാൻ നേരത്ത് കിട്ടും. നമ്മളത് കുഴച്ച് വെച്ചിട്ട് നമ്മൾ ഇല വെട്ടാൻ പോവുകയാണ്. വാഴയിലയാണ്. ഇടനേല ഇവിടെ എങ്ങും കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ ഇടനേലക്കകത്തുണ്ടാക്കി ഒന്നും കൂടെ നല്ല സ്മെല്ല് വരും. ഇടനേലയുടെ ആ മണം കൂടെ വരുമ്പോഴത്തേന് നല്ല ഒരു ടേസ്റ്റായിരിക്കും നമുക്ക് കുമ്പിളുണ്ടാക്കുമ്പം. പക്ഷേ ഇത് ഇടനേല കിട്ടാത്ത കാരണം നമ്മൾ വാഴയിലക്കകത്താണ്. പക്ഷെ എന്നാലും നല്ലതാണ്. ചക്കയുടെ എന്നാണ് ചിലർ പറയുന്നത്. ചക്ക കൊണ്ടുണ്ടാകുന്ന ചക്കയുടെ. അമ്മയാണ് ഉണ്ടാക്കുന്നത്. ചേട്ടൻ്റെ അമ്മയാണ്. അമ്മ അത് നന്നായിട്ട് കുമ്പിളൊക്കെ കുത്തി ഉണ്ടാക്കി ഓരോന്നോരോന്ന് വാഴയിലക്കകത്ത് ഉണ്ടാക്കി വെക്കുവാണ്. നന്നായിട്ട് 1 കിലോ റവയാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. കാരണം ഒത്തിരി ഒരു 10-20 എണ്ണം ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. ചക്കപ്പഴവും തേങ്ങായും എല്ലാം കൂടെ വരുമ്പം നമുക്കൊരു 10-20 എണ്ണം ഉണ്ടാക്കാം. അതൊക്കെ ഈ ചക്കപ്പഴവും ചക്കയൊക്കെ ആയ സീസൺ ആകുമ്പോൾ എല്ലാ വീട്ടിൽ കൂടെയും ഇങ്ങനെ ചക്കയുടെ ഉണ്ടാക്കാറുണ്ട്. ചക്ക കൊണ്ട് ഇങ്ങനെ കുമ്പിളുണ്ടാക്കാറുണ്ട് എല്ലാവരും. പണ്ടൊക്കെ എല്ലാ വീട്ടിൽ കൂടെ എല്ലാ ദിവസങ്ങളിലും ഉണ്ടാക്കുന്ന ഒരു
പലഹാരമാണ് ചക്ക കൊണ്ട് അട. വൈകുന്നേരത്തെ കാപ്പിക്കും രാവിലത്തെ കാപ്പിക്കും ഒക്കെ. നമ്മുടെ ചക്കയുടെ ഇവിടെ ആവി കയറി റെഡിയായിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞങ്ങളിവിടെ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. പിള്ളേരും അമ്മയും ഞാനും അനിയത്തിയൊക്കെ ഇരുന്ന് ചായ കുടിക്കാൻ തുടങ്ങുകയാണ്. നല്ല ചക്കയുടെ ഇവിടെ റെഡിയായിട്ടുണ്ട്. കുമ്പിളപ്പം എന്ന് പറയും. കുഞ്ഞുവാവയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. പിള്ളേർക്കും ഇഷ്ടപ്പെട്ടു. അവൾമാരും അങ്ങനെ കഴിക്കാറൊന്നും ഉള്ളതല്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ കുമ്പിളപ്പം എല്ലാം 2 പേർക്കും ഇഷ്ടപ്പെട്ടു. നല്ല മയമുണ്ട് റവ കൊണ്ട് ഉണ്ടാക്കിയ കാരണം. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ ചക്കയൊക്കെ കിട്ടുന്ന സീസൺ ആയതുകൊണ്ട് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാം. എല്ലാവർക്കും